നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്കൊരു മീൻ വാഴയിലയിൽ, അതായത് പൊള്ളിക്കുന്നത്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ വൈറ്റ് ചൂരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. നല്ലതായിട്ട് കഴുകി കുറച്ച് ഉപ്പിട്ടു നമുക്ക് നല്ലതായിട്ട് ഒന്ന് പിടിപ്പിക്കണം. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഞാൻ ഇത്രയും സാധനങ്ങളോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗാർലിക്കും എന്താ പറയുക ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ജിഞ്ചർ പേസ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിന് പ്രത്യേക ടേസ്റ്റ് ഇതിനകത്ത് ജസ്റ്റ്, അതായത് നമ്മൾ കണ്ടമാനം സ്പൈസസ് മീനിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് പോകും, അതിൻ്റെ ടേസ്റ്റ് പോകും എന്നൊക്കെയാണ് പറയുന്നത്. സത്യമാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത്തിരി കാര്യങ്ങൾ, കുറച്ച് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, യെസ്. ആൻഡ് വാട്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട ഓയിലാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യു ക്യാൻ ആഡ് എനി ഫ്ലേവർ. സംടൈം നമ്മൾ ചിലർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും, സംടൈം വെജിറ്റബിൾ ഓയിൽ, ഇപ്പോൾ നമ്മുടെ സൺഫ്ലവർ, വാട്ട് എവർ ഇറ്റ് ഈസ് യു ക്യാൻ ഡു. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ഇതൊന്ന് റെസ്റ്റിൽ വെക്കണം, 1 മണിക്കൂറോ അരമണിക്കൂറോ. ബട്ട് ഞാനത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കും, ഒരു 5 മിനിറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് മസാലയൊക്കെ അതിനകത്ത് പിടിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും വളരെ ടേസ്റ്റാണ് കേട്ടോ. പൊതുവേ നമ്മൾ ഈ വാഴയിലൊക്കെ ഇത് പൊള്ളിക്കുമ്പം അത് കിട്ടുന്ന ടേസ്റ്റ് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ടേസ്റ്റാണ്. ഈവൻ നമ്മൾ എന്ത് ചെയ്താലും വാഴയിലയിൽ നമ്മൾ ഏത് പച്ചക്കറി ആണെങ്കിൽ പോലും നമ്മളൊരു വാഴയില പൊതിഞ്ഞിട്ട് നമ്മളത് കഴിക്കുമ്പം, ഈവൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വാഴയില വെച്ചിട്ട് ഇത് ചെയ്തെടുക്കുകയല്ലേ, സോ സ്റ്റീം ചെയ്തെടുത്ത് വറുത്തെടുക്കുകയല്ലേ. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കൂട്ടുകാരെ. ഇപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാകാൻ വെക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യണം നല്ലതായിട്ട്. ഓക്കെ, നല്ലതായിട്ട് കരിയാപ്പില ഞാൻ ഈ ഇല വാട്ടി എണ്ണയൊക്കെ പുരട്ടി എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് കെട്ടാം. ഓക്കെ, നല്ലതായിട്ട് പൊതുവേ നമ്മൾ ഈ വാഴയില നമ്മൾ വാട്ടിക്കഴിയുമ്പോൾ അതിനൊരു സ്മെല്ല്, ഒരു മണം വരും. അത് ഭയങ്കര ഒരു മെമ്മറീസാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ ചെറുപ്പകാലത്തെ ഉള്ള മെമ്മറീസുകളാണ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള മെമ്മറീസൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്കുണ്ടാകും എന്ന് എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി, പെട്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഓക്കെ, ഷെയർ ചെയ്യണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ, നമ്മളിത് നല്ലതായിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല തിളച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വറുത്തെടുക്കുകയല്ല, പൊരിച്ചതേ സുഹൃത്തുക്കളെ ആയിട്ടുണ്ട് കേട്ടോ. എത്ര മനോഹരം, നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ കുരുമുളകിൻ്റെയും. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇതിൻ്റെ എസ്പെഷ്യലി കുരുമുളകിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് നോക്കൂ, വാ, എന്താ മനോഹരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചൂര വാഴയില പൊളിച്ചത്. നിങ്ങളല്ലേ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. താങ്ക് യു.